ഈ ലോകത്തുള്ള പലരും വേറെ വഴിയറിയാതെ ആത്മഹത്യക്ക് ശ്രമിക്കാറുണ്ട്. കർത്താവിനെ അറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന നീയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്കൊരു വഴിയായിട്ട് യേശു നിന്റെ കൂടെ ഇല്ലേ? പിന്നെങ്ങനെ നിനക്ക് വഴിയില്ലാതെ പോകും? ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നത് പിശാചാണ്. അവനാണ് ആ ചിന്ത കൊണ്ടുവരുന്നത്. പിശാചിന് ഇടം കൊടുക്കരുത്. കർത്താവിന് വേണ്ടി ജീവിക്കണം. യേശു കർത്താവിന്റെ സാക്ഷികളായി നാം ഉണരണം. പ്രിയപ്പെട്ട നല്ല വീട് പ്രേക്ഷകരെ, യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ. ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ വീണ്ടും നിങ്ങളെ കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഈ പരിപാടിയിലൂടെ അനേകം കുടുംബങ്ങൾ ഓരോ ആഴ്ചയും അനുഗ്രഹിക്കപ്പെടുന്നതറിഞ്ഞ് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ആത്മഹത്യ ഒരു പരിഹാരമല്ല എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് കാണാൻ പോകുന്നത്. ലോകം മുഴുവനും കഴിഞ്ഞ 45 വർഷങ്ങളായിട്ട് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം 60% വർദ്ധിച്ചിട്ടുണ്ട്. ലോകവ്യാപകമായി ഓരോ 40 സെക്കൻഡിലും ഒരാൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്നാണ് കണക്കെടുപ്പ് പറയുന്നത്. മനസ്സമ്മർദ്ദം, ഭയം, ഏകാന്തത, വ്യാധി, ദാരിദ്ര്യം, കടബാധ്യത പോലുള്ള കാരണങ്ങളാലാണ് പലരും ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യ ചെയ്ത് മരിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും എന്നാണ് അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. കടൽ ഉള്ളതുവരെ കടലിൽ തിരമാലകൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കും. നീന്തൽ അറിയാമെങ്കിൽ മാത്രമേ അതിൽ മീനുകൾക്ക് ജീവിക്കാൻ കഴിയൂ. അതേപോലെ തന്നെ ഈ ലോകത്ത് നാം ജീവിച്ചിരിക്കുന്നതുവരെ പ്രശ്നങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. പ്രശ്നങ്ങളെ ഭയന്ന് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ നഷ്ടം നമുക്കാണ്. ലൗകിക ജീവിതം മാത്രമല്ല, നമ്മുടെ മോക്ഷ ജീവിതവും നമുക്ക് നഷ്ടമാകും. അതിനാൽ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടരുത്. എല്ലാ പ്രശ്നങ്ങളെയും അകറ്റി നമ്മെ കാത്തുകൊള്ളുന്ന യേശുവിനെക്കുറിച്ച് മനസ്സിലാക്കുക. അചഞ്ചലമായ വിജയകരമായ ജീവിതം നമുക്ക് ലഭിക്കും. ഇപ്പോൾ ജ്യോതി ചേച്ചി നാടകം നമുക്ക് കാണാം. നീ എന്താ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ചുമ്മാ മാലതി ഫോൺ ചെയ്ത് ശല്യം ചെയ്തോണ്ടിരിക്കും, അതുകൊണ്ടാ സ്വിച്ച് ഓഫ് ചെയ്ത്. നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? എന്താടാ? എടാ, നിന്റെ വൈഫ് ആത്മഹത്യ ശ്രമിച്ചു. രഞ്ജിത്ത്, നീ എന്താടാ ഈ പറയുന്നത്? നിനക്കെന്താ ഇത്രയ്ക്ക് ബോധമില്ലേ? ഇതൊക്കെ വെച്ച് ആരെങ്കിലും കളിക്കോ? നിനക്കൊക്കെ എന്തിനാടാ ഫോണ്? നീ എന്തായി കാണിച്ചു കൊടുക്കുന്നത്? നിന്റെ അടുത്തുള്ള വീട്ടുകാരാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. വാ, പെട്ടെന്ന് കേറ്. രഞ്ജിത്ത് പൊയ്ക്കോ, ഞാൻ ഓട്ടോയിൽ വന്നേക്കാം. വേഗം ഒന്ന് പെട്ടെന്ന് വണ്ടി എടുക്കടാ. എന്താ മാലതി, എന്തിനാ നീ ഇങ്ങനെ ചെയ്ത്? ഞാൻ ദേഷ്യം കൊണ്ട് പറഞ്ഞതല്ലേ, അതിന് നീ എന്താ മാലതി? നിങ്ങളെ വിശ്വസിപ്പിക്കാൻ എനിക്ക് വേറെ ഒരു വഴിയും അറിയില്ലായിരുന്നു. ഏട്ടാ, ഇത് അഭിനയമല്ല, സത്യ. ഇതും അഭിനയാന്ന് പറയരുത്. നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞങ്ങൾ ഉടനെ വന്നേക്കാം.
സിസ്റ്റർ മാലതി എന്ന പേഷ്യന്റിനെ എവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് ഫ്ലോറിലുണ്ട് മാഡം. ആ, എന്താ മാലതി? മാലതി, എന്താ മോളെ ഇതൊക്കെ? നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയതേയില്ല. ഞങ്ങളൊക്കെ എന്തിനാ ഉള്ളത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയരുതോ? അച്ഛനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി. നീ എന്താ മോളെ ഇങ്ങനൊക്കെ? എന്താ മോനെ സംഭവിച്ചേ? അങ്കിൾ. പേടിക്കാനൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. ഈവനിങ് ഡിസ്ചാർജ് ആവും. മാലതി, വൈകിട്ട് ഞാൻ വീട്ടിലേക്ക് വരാം. രഞ്ജിത്ത്, മാലതിയെ നോക്കിക്കോണേ. അപ്പൊ കാണാം. സുധേ, ചേച്ചി, സുധേ, എന്താ മോളെ ഇവിടെ? ഗണേഷിന് എന്തു പറ്റി? കരയാതെ സുധേ, കരയരുത് മോളെ. എന്തു പറ്റിയെന്ന് പറ. അദ്ദേഹം സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു ചേച്ചി. സൂയിസൈഡോ? എന്താ ദിനേശ്, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? ഓഫീസിൽ എന്തോ പ്രശ്നമുണ്ടെന്ന്, അതിനായി കടുങ്കൈ ചെയ്തത്. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? എനിക്ക് എന്താ പറയണ്ടെന്നറിയില്ല. ഗണേഷ്, പഠിച്ച നിങ്ങൾ തന്നെ ഇങ്ങനെ പെരുമാറിയാ പഠിക്കാത്തവരുടെ അവസ്ഥ എന്താ? എല്ലാ പ്രശ്നങ്ങൾക്കും ആത്മഹത്യയാണ് പരിഹാരമെങ്കിൽ ഈ ലോകത്ത് ഒരാൾ പോലും പിന്നെ ജീവിച്ചിരിക്കില്ല. ആത്മഹത്യയെ ധൈര്യത്തോടെ നേരിടുന്ന നിങ്ങള് എന്തുകൊണ്ടാ പ്രശ്നങ്ങളെ നേരിടാൻ ഭയപ്പെടുന്നത്? മരിക്കാൻ ഒരുങ്ങുന്ന നിങ്ങൾക്ക് ജീവിക്കാൻ ഒരുങ്ങിക്കൂടെ? ഗണേഷ്, ഈ ഓഫീസിൽ പ്രശ്നമാണെങ്കിൽ നമുക്ക് ജോലി തരാൻ വേറെ ഒരുപാട് ഓഫീസുകളുണ്ട്. പക്ഷെ ജീവിക്കാൻ ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. ഡോക്ടർ എന്താ പറഞ്ഞത് സുധേ? പേടിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. നാളെ രാവിലെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞു. എനിക്ക് എന്താ പറയണ്ടെന്നറിയില്ല. ആ മുറിയിൽ മാലതി, ഈ മുറിയിൽ ഗണേഷ്. എന്തിനാ എല്ലാരും ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നത്? സുധേ, നോക്കിക്കോളെ മോളെ. ശരി ചേച്ചി. ഗണേഷിന്റെ അമ്മ വന്നില്ലേ? ഇല്ല ചേച്ചി, അവരൊക്കെ നാട്ടിൽ പോയിരിക്കുക. അവരോട് കാര്യം പറഞ്ഞിട്ടില്ല. പാവം, പറഞ്ഞ പേടിക്കും. ശരി മോളെ, ഞാൻ പോട്ടെ. ഡാ, നിനക്കൊരു കാര്യം അറിയോ? അതന്നെ, ആ ആത്മഹത്യയുടെ കാര്യം. ആ അതെടാ, ഞാനും കേട്ടിരുന്നു. പാവാ ചേച്ചി. അതേടാ, അയാൾ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഭാര്യയോട് ഇത്ര വൃത്തികെട്ട രീതിയിൽ പെരുമാറുമെന്ന് ഞാൻ കരുതിയില്ല. എന്താ മനസ്സിലായില്ല? നീ എന്താ ഈ പറയുന്നത്? ഞങ്ങളുടെ വീടിനടുത്ത് മാലതി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. ആ അതെ, അവരുടെ ഹസ്ബൻഡ് ആ രഞ്ജിത്തല്ലേ? ആ, എനിക്ക് അവർക്ക് നന്നായിട്ട് അറിയാം. ആ മാലതി ചേച്ചി ഇന്നലെ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തടാ. അതെയോ? ഞങ്ങൾ അവരെ പെട്ടെന്ന് തന്നെ ആശുപത്രി കൊണ്ടാക്കിയത്. അല്ല, നീ ആരുടെ കാര്യം പറയുന്നത്? ആ, അത് ഞങ്ങളുടെ സ്ട്രീറ്റിലെ ഗണേഷ് എന്ന് പറഞ്ഞൊരാളുണ്ട്. അയാളുടെ ഓഫീസിൽ എന്തോ പ്രശ്നമാണത്രേ. ആ പേരും പറഞ്ഞ് സൂയിസൈഡ് ചെയ്യാൻ പോയിരിക്കുന്നു. ഇങ്ങനെയുള്ള ചെറിയ കാര്യത്തിന് കാര്യങ്ങൾ സൂയിസൈഡ് ചെയ്യും? വന്നിപ്പോ ആർക്കും ആരെയും അഡ്വൈസ് ചെയ്യാന്നുള്ള അവസ്ഥ വരെ ആയല്ലേ? അതിരിക്കട്ടെ, സാറെന്താ ചെയ്തത്? നീ ഒന്ന് ആത്മഹത്യ ചെയ്യാനല്ലേ ശ്രമിച്ചത്? ആ, എന്താ മാലതി, നീ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം അറിഞ്ഞ ഉടനെ 1 മിനിറ്റ് എന്റെ ശ്വാസം നിലച്ചുപോയി. എന്തിനാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അറിയില്ല ചേച്ചി, എന്തോ ഒരു ചിന്തയിൽ ചെയ്തു പോയതാ.
ഇന്ന് എത്രയോ പേര് പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റാതെ അതിൽ നിന്ന് പുറത്തു വരാനുള്ള വഴി അറിയാതെ ആവേശപ്പെട്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു. നിങ്ങളും ആവേശപ്പെട്ട് തീരുമാനം എടുത്തതാണെന്ന് പറയുന്നു. അങ്ങനെ എടുക്കുന്ന ഒരു തീരുമാനമാണോ ഇത്? എനിക്ക് വേറെ ഒരു വഴിയില്ലായിരുന്നു. അതെങ്ങനെയാ മാലതി വേറെ വഴിയില്ലാതെ പോവുക? ഈ ലോകത്തുള്ള പലരും വേറെ ഒരു വഴിയും ഇല്ലാതെ ആത്മഹത്യക്ക് ശ്രമിക്കാറുണ്ട്. കർത്താവിനെ അറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന നീയും ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നിനക്കൊരു വഴിയായിട്ട് യേശു നിന്റെ കൂടെ ഇല്ലേ? പിന്നെങ്ങനെ നിനക്ക് വഴിയില്ലാതെ പോകും? അറിയില്ലായിരുന്നു ചേച്ചി. പുറത്തു വരാനുള്ള വഴി എനിക്ക് അറിയില്ലായിരുന്നു. കമ്പനിയിലെ വർക്ക് പ്രഷർ എനിക്ക് താങ്ങാൻ പറ്റിയില്ല. ടാർഗറ്റ് എത്തിക്കെന്നും പറഞ്ഞ് ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു. അതെനിക്ക് പറ്റിയില്ലെങ്കിലോ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കായിരുന്നു ചേച്ചി. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാ? അങ്ങനെ ചോദിച്ച എല്ലാത്തിനും പരിഹാരം ആത്മഹത്യ അല്ലല്ലോ ഗണേഷ്. പ്രശ്നത്തിന് പരിഹാരം ആത്മഹത്യ അല്ല ചേച്ചി. പക്ഷെ ആത്മഹത്യ ചെയ്ത എല്ലാ പ്രശ്നങ്ങളും അതോടെ തീരില്ലേ? അതെങ്ങനെ തീരും? നിന്റെ കുടുംബവും രഞ്ജിത്തിന്റെ ജീവിതവും അവർക്കൊക്കെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമോ? ഇങ്ങനെ ബുദ്ധിയില്ലാതെ എടുത്തു ചാടിയൊന്നും ചെയ്യരുത്. പ്രശ്നങ്ങൾക്ക് നടുവിലും ജീവിച്ചു കാണിക്കണം. ആത്മഹത്യ ചെയ്യരുത്. നിങ്ങൾക്ക് ജീവൻ നൽകാൻ വേണ്ടിയാ യേശു ജീവത്യാഗം ചെയ്തത്. നിങ്ങൾ മരിക്കാൻ വേണ്ടിയല്ല. ജീവിതത്തിൽ കുണ്ടും കുഴിയും ഉണ്ടാവും. അത് ദൈവബലത്തിലൂടെ കടന്നു വരണം. തീർച്ചയായും ഒരു ദിവസം എല്ലാം മാറും. ആരോഗ്യം സൂക്ഷിക്കണം മാലതി. ഞാൻ ഇറങ്ങട്ടെ. ശരി ചേച്ചി. ശരി ഗണേഷ്, ഞാൻ ഇറങ്ങുക. ആരോഗ്യം സൂക്ഷിക്കണേ. എന്താ എല്ലാരും ജ്യോതി ചേച്ചി നാടകം കണ്ടില്ലേ? പ്രയോജനപ്രദമായിരുന്നോ? അടുത്തതായി സഹോദരി ജോയ്സ് ലാസറസ് അവർകൾ നിങ്ങൾക്കായി ദൈവ സന്ദേശം നൽകി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേൾക്കുക. കർത്താവ് തീർച്ചയായും ഇന്ന് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. ദൈവം ഇന്ന് ഈ പരിപാടിയിലൂടെ നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ ആത്മഹത്യ പരിഹാരമല്ല, ആത്മഹത്യ ഒരു പരിഹാരമല്ല എന്ന ഒരു നല്ല നാടകം നമ്മൾ കണ്ടു. ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്ത ഉണ്ടാക്കുന്നത് പിശാചാണ്. ആത്മഹത്യ ചെയ്യാൻ അവൻ പ്രേരിപ്പിക്കും. ആത്മഹത്യ ചെയ്യിപ്പിക്കുന്നത് പിശാചാണ്. നാശം വിതയ്ക്കുന്നത് പിശാചാണ്. പിശാചിന്റെ വാക്കുകൾക്ക് നമ്മൾ കീഴടങ്ങരുത്. പിശാച് പറയുന്നത് പോലെ നമ്മൾ പ്രവർത്തിക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം സഭാപ്രസംഗി 7:17 നോക്കാം. കാലത്തിനു മുൻപേ നീ എന്തിനു മരിക്കുന്നു? പ്രിയമുള്ളവരെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് വേദവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നാം സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം. നാം ജീവിക്കണം. ഈ ലോകത്ത് നാം ജീവിക്കണം. കർത്താവിന് വേണ്ടി ജീവിക്കണം. കർത്താവിന്റെ സാക്ഷികളായി നാം ഉണരണം. ആത്മഹത്യ ചെയ്യാനുള്ള ചിന്ത കൊണ്ടുവരുന്നത് പിശാചാണ്. പിശാചിനിടം കൊടുക്കരുത്. നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകരുത്. തെളിഞ്ഞ ചിന്തകൾ ഉണ്ടായിരിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, അധ്യാപക ജോലി ചെയ്യുന്ന ഒരു കുടുംബമുണ്ടായിരുന്നു. ആ സഹോദരൻ അധ്യാപകനായിട്ട് ജോലി ചെയ്ത് റിട്ടയറായ ഒരു സഹോദരനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ, ആ സഹോദരി, അധ്യാപികയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കൈ നിറയെ ശമ്പളം, അവരുടെ ജീവിതവും സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം അവർക്ക് 2 മക്കളെ കൊടുത്തിരുന്നു. പെൺകുട്ടിയെ വിവാഹം കഴിച്ചയച്ചു. മകൻ IT-യിൽ ചെന്നൈയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ 2 പേരും അധ്യാപകരാണ്. ഞാൻ അധ്യാപകനായി റിട്ടയറായി കഴിഞ്ഞു എന്ന് ആ സഹോദരൻ എന്നോട് പറഞ്ഞു. ആ സഹോദരി ഞാൻ അധ്യാപികയായി ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇതൊക്കെയാണെങ്കിലും അവരെ കാണുമ്പോൾ അവരുടെ മുഖത്ത് യാതൊരു സന്തോഷവുമില്ല. എന്തോ ഒരു ദുഃഖമുണ്ട്. അവരുടെ മനസ്സിൽ എന്തോ ഒരു കുഴപ്പവുമായിട്ടാണ് എന്നെ കാണാൻ വന്നത്. അപ്പോൾ അവരോട് ഞാൻ കാര്യം എന്താണെന്ന് ചോദിച്ച സമയത്ത് ആ സഹോദരൻ എന്നോട് പറഞ്ഞു, എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ജോലിയിൽ നിന്നും വിരമിച്ചതാണ്. പക്ഷേ എനിക്ക് പെൻഷൻ പണം കിട്ടുന്നുണ്ട്.
ഭാര്യ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്റെ കൂട്ടുകാർ വന്ന് എന്തോ ബിസിനസ്സിന് വേണ്ടിയിട്ട് എന്നോട് പണം ചോദിച്ചു. ഞാൻ അവർക്ക് പണം കൊടുത്തില്ല. എന്റെ ഭാര്യ ജോലി ചെയ്യുന്ന സ്ഥലത്ത് സ്കൂളിലുള്ള ടീച്ചർമാരുടെ അടുത്ത് പോയി പണം വാങ്ങിക്കൊണ്ടുവന്ന് 1 കോടി കടം. ഞാൻ ആകെ അതിശയിച്ചു പോയി. ഞാൻ ഞെട്ടിപ്പോയി. 1 കോടി കടം എന്ന് പറഞ്ഞു. 1 ലക്ഷം കടം പോലും നമുക്ക് അടയ്ക്കാൻ എത്ര ബുദ്ധിമുട്ടാണ്. 1 കോടി കടം. ആ 1 കോടി കടമായിട്ട് ടീച്ചർമാരുടെ അടുത്തു നിന്ന് വാങ്ങി എന്റെ ഭാര്യ എന്റെ കൂട്ടുകാർക്ക് കൊടുത്തിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് അവർക്ക് കടം കൊടുത്തത് എന്ന് ചോദിച്ചപ്പോൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി കടം വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. നിങ്ങൾ എന്തിനാ സിസ്റ്റർ കടം മേടിച്ചു കൊടുത്തത് എന്ന് ചോദിച്ചപ്പോ അവർക്കാണെങ്കിൽ ഒന്നും പറയാനില്ല. ഭർത്താവിന്റെ കൂട്ടുകാരാണ് ബിസിനസിന് വേണ്ടി ചോദിച്ചതാണെന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചു കൊടുത്തുപോയി. കൂട്ടുകാരാണല്ലോ എന്ന് കരുതി കൊടുത്തതാണ്. ഞാൻ വിശ്വസ്തയോടെ ഇരുന്ന് ഞാൻ ടീച്ചർമാരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചു കൊടുത്തു. 1 കോടി വാങ്ങിക്കൊടുത്തു. പലിശയ്ക്കാണ് വാങ്ങിക്കൊടുത്തതെന്ന് പറഞ്ഞു. പലിശയ്ക്കൊക്കെ കൊടുത്താൽ എങ്ങനെയാ സിസ്റ്റർ എന്ന് ഞാൻ ചോദിച്ചു. ആ സമയത്ത് എന്തോ ഞാൻ അങ്ങ് വാങ്ങിക്കൊടുത്തു. തിരിച്ചു തരും, അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് അല്ലേ, തിരിച്ചു തരും എന്നുള്ള വിശ്വാസത്തോടെ വാങ്ങിച്ചു കൊടുത്തതാണ്. ഞാൻ കൊടുത്ത പണം ഒന്നും തന്നെ തിരിച്ചു വന്നില്ല. ഞാൻ ചോദിച്ചു നോക്കി, വാങ്ങിച്ചോണ്ട് പോയൊരു പണം തിരിച്ചു തരുന്നില്ല, പലിശ പോലും തരുന്നില്ല. കുറേശ്ശെ ആയിട്ടെങ്കിലും അവർക്ക് തരാമായിരുന്നു, കടമടച്ച് തീർക്കാമായിരുന്നു. ടീച്ചർമാരൊക്കെ എന്നോട് ചോദിക്കാൻ തുടങ്ങി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എനിക്ക് ചില സമയത്തൊക്കെ ഉറക്കം വരുന്നില്ല, രാത്രി ഉറക്കമില്ല, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, ആഹാരം ഇറങ്ങുന്നില്ല. സ്കൂളിൽ പോയിട്ട് കുട്ടികളെ പാഠം പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് പുസ്തകം എടുക്കുമ്പോ എന്റെ അടുത്തു നിന്നും അത്രയും കടം മേടിച്ചുകൊണ്ട് പോയവരുടെ മുഖമാണ് എന്റെ കൺമുന്നിൽ വന്ന് നിൽക്കുന്നത്. പണം ചോദിക്കുന്ന ടീച്ചർമാരുടെ മുഖവും എന്റെ കൺമുന്നിൽ നിൽക്കുകയാണ്. എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല, സമാധാനമില്ല, സ്വസ്ഥതയും എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവര് കരഞ്ഞു. അറിയാതെ കടം വാങ്ങി കൊടുത്തുപോയി, ഞാനിനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് കരഞ്ഞു. അതുപോലെ തന്നെ ആ സഹോദരി പറഞ്ഞു, ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് രാത്രിയായാൽ ഉറക്കം വരുന്നില്ല, ഭയമാണ്, എപ്പോ എന്ത് നടക്കും, നമ്മളെ അവരെന്തെങ്കിലും ചെയ്താലോ, കടം തന്നവരും കടം മേടിച്ചോണ്ട് പോയവരും എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഒരു ഭയം. അപ്പോ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്തേക്കാം എന്നൊക്കെ പറഞ്ഞ് അവര് തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമെന്ന്. ഞാൻ മരിച്ചേക്കാം, ഞാൻ ആത്മഹത്യ ചെയ്ത് മരിച്ചാൽ എന്റെ പെൻഷൻ പണമൊക്കെ കിട്ടുമല്ലോ, ആ പണമൊക്കെ കൂടി എടുത്ത് നിങ്ങൾ കടം അടച്ചേക്ക് എന്നൊക്കെ ഞാൻ ഭർത്താവിനോട് പറയും. എനിക്ക് സമാധാനമില്ല സിസ്റ്റർ എന്ന് പറഞ്ഞ് അവര് കരഞ്ഞു. കർത്താവ് നിങ്ങളെ സഹായിക്കുവാനായി പ്രാർത്ഥിക്കാം, കർത്താവ് നിങ്ങളെ സഹായിക്കും, കർത്താവ് നിങ്ങളെ കൈവിടില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അവര് കരഞ്ഞുകൊണ്ടേയിരുന്നു. സഹോദരി പറയുകയാണ്, ഞാൻ മരിച്ചുപോയാലോ, ആത്മഹത്യ ചെയ്ത് മരിച്ചാൽ എല്ലാം ശരിയാകും എന്ന് പറയുന്നു, എനിക്കങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞു. അവർക്കായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്ത് ഉപദേശമാണ് നൽകുക, എന്താണ് ചെയ്യുക എന്ന്. 1 കോടിയാണ് കടം. ഇപ്പൊ അവർക്ക് സമാധാനം വേണം, സ്വസ്ഥത വേണം. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്കൊരു പോലീസ് ഓഫീസറെ കർത്താവ് കൺമുന്നിൽ കാണിച്ചു. അവരോട് സംസാരിച്ചു നോക്കിയാൽ എന്താ, നിങ്ങൾക്ക് ഒരുപക്ഷെ സഹായം കിട്ടും, കടമൊക്കെ അടച്ചു തീർക്കാം, ആത്മഹത്യ ചെയ്ത് മരിക്കാം എന്നുള്ള ചിന്ത പിശാച് കൊണ്ടുവന്നതാണ്. കടം മേടിക്കാനിടയാക്കി, കടം വാങ്ങിച്ചു കൊടുത്തു. അവരാണെങ്കിൽ പണം മടക്കി കൊടുക്കുന്നില്ല, പണം വരുന്നില്ല. ഇപ്പോൾ ഇവർ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആത്മഹത്യ ചെയ്ത് മരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ വിചാരിച്ചാൽ എങ്ങനെയാ? എന്തിനു മരിക്കണം എന്നാണ് അവര് പറയുന്നത്. എന്തിനു മരിക്കണം? പിശാചാണ് ആ ചിന്ത കൊണ്ടുവന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, പിശാചിന് നമ്മൾ ഇടം കൊടുക്കരുത്, അവനിടം കൊടുക്കരുത്. അകാലത്തിൽ തന്നെ നാം എന്തിനു മരിക്കണം? നാം ജീവിക്കണം. അങ്ങനെ ആ സഹോദരനോടും ആ സഹോദരിയോടും കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞയച്ചു. കടം അടയ്ക്കാം, നിങ്ങൾക്ക് സമാധാനം ലഭിക്കുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് പറഞ്ഞയച്ചു. മറ്റൊരു സഹോദരിയെ ഒരു ദിവസം കണ്ടു. അവര് നല്ല സൗകര്യമുള്ള ഒരു കുടുംബത്തിലാണ് ജീവിക്കുന്നത്. 2 പെൺമക്കളെയും വിവാഹം കഴിച്ച് പറഞ്ഞയച്ചു. 2 പേർക്കും കടം മേടിച്ചു കൊടുത്തു. അവര് ചോദിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് മേടിച്ചു കൊടുത്തു. നിങ്ങൾ എന്തിനാ വാങ്ങിക്കൊടുത്തത്? കടം എന്തിനാ വാങ്ങിച്ചു കൊടുത്തത്? ഞാൻ ചോദിച്ചു, എന്തിനാ വാങ്ങിക്കൊടുത്തത്? മിണ്ടാതിരുന്നുകൂടായിരുന്നോ? ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ പാട്ടിനിരുന്നുകൂടെ? ഈ പരിപാടി കാണുന്ന ആരായിരുന്നാലും ആർക്കും കടം മേടിച്ചു കൊടുക്കരുത്. കടത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. നിങ്ങൾക്ക് കടബാധ്യതയുണ്ടാകും. പിന്നെ നിങ്ങളുടെ ഉള്ളിൽ ആത്മഹത്യ ചെയ്തേക്കാം എന്നുള്ള ഒരു ചിന്ത പിശാച് കൊണ്ടുവരും. നിങ്ങൾ ജീവിക്കണം. കടം വാങ്ങിക്കൊടുക്കരുത്, ആർക്കും കടം വാങ്ങിക്കൊടുക്കരുത്. എനിക്ക് ആ ശീലമില്ല, ഞാൻ കടം വാങ്ങിക്കാറില്ല, എനിക്ക് ശീലമില്ല, ഇല്ലെന്ന് പറഞ്ഞേക്കൂ. നിങ്ങൾ സ്വസ്ഥമായി ജീവിക്കണം, സമാധാനമായി ജീവിക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വേണം.
അപ്പോൾ ആ സഹോദരി പറയുകയാണ്, രണ്ടുപേർക്കും കടം വാങ്ങിക്കൊടുത്തുപോയി. അതിനെന്റെ ഭർത്താവ് ചോദിക്കുക, നീ എന്തിനാ ജീവിച്ചിരിക്കുന്നേ, നീ മരിക്കുന്നതാണ് ഭേദം എന്ന് പറയുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞ് ആ സഹോദരി കരയുകയാണ്. നമുക്കതിന്റെ ആവശ്യമില്ല. നമ്മൾ എന്തിനു മറ്റുള്ളവർക്ക് കടം മേടിച്ചു കൊടുക്കണം? എന്തിനാണ് നിങ്ങൾ അതിലൊക്കെ ചെന്ന് പെടുന്നത്? എന്തിന് നമ്മുടെ സമാധാനം പോകണം? എന്തിന് മറ്റുള്ളവരുടെ അടുത്തു നിന്നും ചീത്ത കേൾക്കണം? എന്തിന് മക്കളുടെ ചീത്ത കേൾക്കണം? ആലോചിച്ചു നോക്കൂ. കടം വാങ്ങരുത്, കടം വാങ്ങരുത്. അതുപോലെ മറ്റുള്ളവർക്ക് വാങ്ങി കൊടുക്കുകയും വരുത്. നിങ്ങളും കടം വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. പലിശയ്ക്ക് വാങ്ങരുത്, പലിശയ്ക്ക് കടം വാങ്ങരുത്. പലിശയ്ക്ക് കടം വാങ്ങിച്ചിട്ട് മടക്കി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിശാച് നിങ്ങളുടെ മനസ്സിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. ഉറങ്ങാൻ അനുവദിക്കില്ല. ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞ് പ്രേരിപ്പിക്കും. അവൻ പറയും, ഇന്ന് ധാരാളം കുടുംബങ്ങളിൽ സഹോദരിമാർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, കുടുംബങ്ങളിൽ നടക്കുന്നുണ്ട്. ചെറുപ്പക്കാർ ആത്മഹത്യ ചെയ്യുന്നു. ചോദിച്ചാൽ കടം തന്നവരുടെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു, അവര് ശല്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ്. അകാലത്തിൽ തന്നെ നമ്മൾ മരിക്കരുത്, നമ്മൾ ജീവിക്കണം. കർത്താവ് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്ന് നമ്മുടെ കൂടെ തന്നെ നിൽക്കും. മറ്റുള്ളവർക്ക് കടം മേടിച്ചു കൊടുത്താൽ നമ്മുടെ സ്വസ്ഥത പോകും. അതുപോലെ ഏതൊരു കാര്യത്തിലും നമ്മൾ ഇടപെടാൻ പാടില്ല. മറ്റുള്ളവരുടെ കാര്യത്തിലും ഇടപെടാൻ പാടില്ല. മറ്റുള്ളവരുടെ കാര്യങ്ങൾ സംസാരിക്കരുത്. കുടുംബങ്ങളിൽ നമ്മൾ വേർപിരിവ് ഉണ്ടാക്കരുത്. കുടുംബത്തെ ഛിന്നാഭിന്നമാക്കരുത്. കുടുംബങ്ങൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്. ആ കാലത്തിൽ തന്നെ നമ്മൾ എന്തിനു മരിക്കണം? നാം ജീവിക്കണം. കുടുംബത്തിൽ നാം ജീവിച്ച് കാണിക്കണം. യേശുവിന്റെ നല്ല മക്കളായി നാം ജീവിക്കണം. ഭർത്താവിന് നല്ലൊരു ഭാര്യയായി ജീവിക്കണം. കർത്താവ് നമ്മെക്കുറിച്ച് സാക്ഷ്യം നൽകണം. നാം ജീവിക്കണം. കർത്താവിനായി നാം ജീവിക്കണം. നാം കർത്താവിനായി ജീവിക്കുമ്പോൾ ദൈവം നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങേക്ക് സ്തോത്രമർപ്പിക്കുന്നു. കർത്താവെ, യേശുവെ, കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണേ. കർത്താവെ, പരിശുദ്ധാത്മാവ് ഈ കുടുംബങ്ങളിൽ പ്രവർത്തിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. യേശുവെ, ചിന്തകളിൽ പോരാടുന്ന ദുഷ്ടനായ പിശാചിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ നശിച്ചു പോകട്ടെ. കർത്താവെ, ഹൃദയങ്ങളിൽ പോരാടുന്ന ദുഷ്ടനായ പിശാചിന്റെ ശക്തികൾ, ക്രൂരതയുടെ ആത്മാവുകൾ യേശുവിന്റെ നാമത്തിൽ നശിച്ചു പോകട്ടെ. കർത്താവെ, ഭയത്തെ കൊണ്ടുവരുന്ന ആത്മാവുകൾ മനസ്സ് വിട്ടു പോകട്ടെ. കർത്താവെ, ഹൃദയത്തിൽ കയ്പ് കൊണ്ടുവരുന്ന ആത്മാവുകൾ, വെറുപ്പിനെ കൊണ്ടുവരുന്ന ആത്മാവുകൾ യേശുവിന്റെ നാമത്തിൽ നശിച്ചു പോകട്ടെ. കർത്താവെ, ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന ആത്മാവുകൾ യേശുവിന്റെ നാമത്തിൽ നശിച്ചു പോകട്ടെ. കർത്താവെ, ഈ ലോകത്തെ വിട്ടു പോകണം, എനിക്ക് ജീവിക്കാൻ ഇഷ്ടമല്ലെന്ന് പറയുന്ന മക്കളോട് അങ്ങ് കരുണ കാണിക്കണമേ. കർത്താവെ, പിശാച് അവരെ പ്രേരിപ്പിക്കാതെ ആത്മഹത്യയുടെ ആത്മാവുകൾ കുടുംബങ്ങളെ വിട്ടുപോകട്ടെ. കർത്താവെ, കുടുംബങ്ങളിൽ പോരാടുന്ന ദുഷ്ടനായ പിശാചിന്റെ ശക്തികൾ, ദുഷ്ടമായ മാന്ത്രിക ശക്തികൾ, ശപിക്കപ്പെട്ട ആത്മാവുകൾ യേശുവിന്റെ നാമത്തിൽ നശിച്ചു പോകുമാറാകട്ടെ. കുടുംബങ്ങളിൽ കാണപ്പെടുന്ന ശാപങ്ങൾ, ശാപത്തിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ നശിച്ചു പോകട്ടെ. കർത്താവെ, കുടുംബത്തിലെ മക്കൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, സാമ്പത്തിക ആവശ്യവും എല്ലാ ആവശ്യങ്ങളും അങ്ങ് നിറവേറ്റി അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ. കർത്താവെ, ഈ പരിപാടിയിലൂടെ മക്കളോടങ്ങ് സംസാരിക്കുന്നു. കർത്താവെ, സംസാരിക്കുക മാത്രമല്ല, തങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള കൃപ നൽകണമേ. അനുഗ്രഹത്തിന്റെ തടസ്സങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ വിട്ടൊഴിഞ്ഞു പോകട്ടെ. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണമേ. കർത്താവെ, അങ്ങനെ ചെയ്യുന്നതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, എല്ലാ സ്തുതിയും മാനവും മഹത്വവും അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, നല്ല പിതാവേ. ആമേൻ, ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിപാടിയിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. കടം വാങ്ങരുത്, പലിശയ്ക്ക് കടം വാങ്ങരുത്, പലിശയ്ക്ക് കടം വാങ്ങി മറ്റുള്ളവർക്ക് കൊടുക്കരുത്. അത് നിങ്ങൾക്ക് പ്രശ്നമായേക്കാം. നിങ്ങൾ ജീവിച്ച് കർത്താവിന്റെ സാക്ഷികളായി ജീവിക്കുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ സന്തോഷിപ്പിക്കും. ദൈവം ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാക്കുറിപ്പുകൾ കത്തുകളിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവர்களுം മറ്റു ശുശ്രൂഷകരും ഞങ്ങളോടൊപ്പമുണ്ട്. നാളെയും മറ്റന്നാളും വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി കാണാൻ മറക്കരുത്.
പ്രധാനമായും ഞായറാഴ്ച വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി അത്ഭുത മഹോത്സവമായി നടക്കും. നിങ്ങളുടെ പരിചയക്കാരോട് ഈ പരിപാടിയെക്കുറിച്ച് പറയുക. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണോ അല്ലെങ്കിൽ സൗഖ്യം വേണോ? നിങ്ങളും കുടുംബത്തോടെ ഈ പരിപാടി കാണുക. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thuthukudi District, 628-211. Our phone number 04639-353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.